Hi friends, welcome to English Shorthand. Today's topic is Grammalogues. Shorthand എന്നാൽ ചുരുക്കെഴുത്താണ്. ഗ്രാമർലോഗ്സ് നമ്മൾ ഓരോ വേർഡ്സിനെയും നമ്മൾ ചുരുക്കെഴുത്തായിട്ട് ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിറ്റ്മാൻസ്. അപ്പോൾ അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റൻസസ് വരുമ്പോൾ എളുപ്പം റൈറ്റ് ചെയ്യാനും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രാമർലോഗ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് വണ്ണാണ് AN. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഷോർട്ട് ഹാൻഡിൽ എങ്ങനെ റൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഡോട്ട് എബവ് ദ ലൈൻ. ദ എന്നുള്ള വേർഡ് വരികയാണെങ്കിൽ ലൈറ്റ് ഡോട്ട് ടച്ച് ദ ലൈൻ. ഓൾ എന്നുള്ള വേർഡ് വരികയാണെങ്കിൽ ഡാർക്ക് ഡാഷ് എബവ് ദ ലൈൻ. ടു ഇത് രണ്ടും വരികയാണെങ്കിൽ ഡാർക്ക് ഡാഷ് ടച്ച് ദ ലൈൻ. ഇനി ഓഫ് എന്ന് വരികയാണെങ്കിൽ ലൈറ്റ് ഡാഷ് എബവ് ദ ലൈൻ. ടു എന്ന് വരികയാണെങ്കിലോ ലൈറ്റ് ഡാഷ് ടച്ച് ദ ലൈൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇത് ഡാർക്കാണ്, ഇത് ലൈറ്റാണ്, ഇത് ഡാർക്കാണ്, ഇത് ലൈറ്റാണ്. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഓൺ. ഓൺ എന്നുള്ള ഗ്രാമർലോഗ് വരികയാണെങ്കിൽ ലൈറ്റ് ഡാഷ് എബവ് ദ ലൈൻ. ബട്ട് എന്ന് വരികയാണെങ്കിലോ ലൈറ്റ് ഡാഷ് ടച്ച് ദ ലൈൻ. ഇനി ഓട്ട് എന്ന് ഇങ്ങനെയുള്ള വേർഡ്സ് വരികയാണെങ്കിൽ ഡാർക്ക് ഡാഷ് അപ്പ് ടു ഡൗൺ. ഇത് മുകളിൽ നിന്ന് താഴേക്ക് റൈറ്റ് ചെയ്യണം. ഹൂ എന്ന് വരുമ്പോൾ ഡാർക്ക് ഡാഷ് അപ്പ് ടു ഡൗൺ. ഇനി ഷുഡ് എന്ന് വരുമ്പോഴോ ലൈറ്റ് ഡാഷ് ഡൗൺ ടു അപ്പാണ്, അപ്വേഡ്, താഴെ നിന്ന് മുകളിലേക്ക് ഷുഡ്. ആൻഡ് എന്ന് വരികയാണെങ്കിലോ ലൈറ്റ് ഡാഷ് താഴെ നിന്ന് മുകളിലേക്ക് എബവ് ദ ലൈനായിട്ട്. ഈ ഗ്രാമർലോഗ്സ് വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം കുറേ വേർഡ്സും കോൺസണൻസ് ഉണ്ടായി, ഈ കോൺസണൻസ് വെച്ച് വേർഡ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഷോർട്ട് ഹാൻഡിൽ എങ്ങനെ റൈറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു ഒരു സെൻറ്റൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദേ ഷുഡ് ഷിപ്പ് ആൾ ദ കോൾ ഓൺ മൺഡേ ദ 10th of May. ഈ സെൻറ്റൻസ് എങ്ങനെ ഷോർട്ട് ഹാൻഡിൽ റൈറ്റ് ചെയ്യാമെന്ന്. ഉദാഹരണത്തിന് ദേ എന്ന് വരുമ്പോൾ ഇത് ദേ വോവൽ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് വണ്ണാണ് ഷുഡ് നമ്മുടെ ഗ്രാമർലോഗ്സിനുണ്ട്. ഇവിടെ ഷുഡ് ടച്ച് ദ ലൈനായിട്ട് അപ്പ്. റൈറ്റ് ചെയ്യണത് പോളിസി നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് ഫ്യൂച്ചറിൽ നമ്മളിത് കണക്റ്റായിട്ട് വരുമ്പോൾ കോമ്പൗണ്ട് വേർഡ്സൊക്കെ വരുമ്പോൾ ഇത് ഉപയോഗിക്കാം. എങ്ങനെ അപ്പ് ടു ഡൗൺ ടു അപ്പ് എന്നുള്ളത് ആ സ്റ്റൈലിൽ തന്നെ റൈറ്റ് ചെയ്താലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഷുഡ്. നെക്സ്റ്റ് ഷിപ്പ്. ഇഷിൻ്റെ തേർഡ് പ്ലേസിലാണ് പോലെ ഷിപ്പ്. ഓൾ എന്നുള്ള എങ്ങനെയാണ് ഡാർക്ക് ഡാഷ് ഓൾ. ഓക്കെ, ദ എന്നുള്ളത് ഗ്രാമർലോഗ്സ് ഉണ്ട്. ടെസ്റ്റ് ലൈനായിട്ട് ലൈറ്റ് ഡോട്ട് ഇട്ട് കൊടുത്തു. കോൾ ഒരു വേർഡ്. ഓൾ. ഓൺ ഗ്രാമർലോഗ്സ് ഉണ്ട്. ഇത് ഇവിടെ ഓൺ മൺഡേ. ഡാർക്ക് ഡോഷ് മൺഡേ. ഓൺ മൺഡേ ദ ഗ്രാമർലോഗ്സിൽ വന്നു. ദ 10th of 10th എങ്ങനെ റൈറ്റ് ചെയ്യുക? 10th ഓഫ് നമുക്ക് ഗ്രാമർലോഗ്സ് ഉണ്ട്. ഓഫ് മെയ്.
മെയ്. കണ്ട ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി. സെൻറ്റൻസ് ഫിനിഷായി. നമ്മൾ ഷോർട്ട് ഹാൻഡിലും സെൻറ്റൻസ് ഫിനിഷ് ആകുമ്പോൾ ക്രോസ് ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ആസ്ക് ദ കാഷ്യർ ടു പേ ആൾ ദ മണി ഇൻ ടു ദ ബാങ്ക് അറ്റ് 2 today. ഇതെങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളത്. ആസ്ക് എങ്ങനെ SK ആസ്ക്. ദ എന്നുള്ള ഗ്രാമർ ലോഗ്സ് ഉണ്ട്. ദ തെറ്റല്ലേ. കാഷ്യർ ഷിയർ. ടു വരുമ്പോൾ ഇവിടെ ഗ്രാമർ ലോഗ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടു പേ PA. all the money ഇങ്ങനെ റൈറ്റ് ചെയ്യാം. all the money into ഇത് ഗ്രാമർ ലോഗാണ്. ദ ബാങ്ക് ബാങ്ക് into bank at 2 today. at എന്നുള്ളതിന് at 2 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഡാർക്ക് ഡാഷ് ടുഡേ. ഇത് ടുഡേ എന്നുള്ളതിന് 2 അത് ആ ഗ്രാമർ ലോഗ്സ് അപ്ലൈ ചെയ്തിട്ട് ഡേ റൈസ് ചെയ്ത ടുഡേ. സെൻറ്റൻസ് അവസാനിച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഹാൻഡിൽ ഇങ്ങനെ ക്രോസ് ഇടുക. നെക്സ്റ്റ് തേർഡ് വൺ, ദേ ഷുഡ് ആസ്ക് ദ ഹെഡ് ഓഫ് ദ അക്കാഡമി ടു ചേഞ്ച് ദ ഡേറ്റ്. അതെങ്ങനെ റൈറ്റ് ചെയ്യാം? ദേ ഷുഡ് ഗ്രാമർ ലോഗ് ഉണ്ട്. എങ്ങനെയാണ്? ലൈറ്റ് ഡാഷ് ഷുഡ്. ആസ്ക് നമ്മൾ ഗ്രാമർ ലോഗ് ആസ്ക് വേർഡ് റൈറ്റ് ചെയ്യാം. ആസ്ക് ദ ലൈറ്റ് ഡോട്ട് ഹെഡ് ഓഫ് ദ അക്കാദമി to change the date. Change the date. DT. സെൻറ്റൻസ് ഫിനിഷ് ചെയ്ത്. കണ്ടോ, ഇത്രയും വലിയൊരു സെൻറ്റൻസ് നമ്മൾ ഷോർട്ട് ഹാൻഡിൽ എത്ര ചെറുതാണ്. ഇത് നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ചെറുതാവും. ഇത്രയും ഇതായിട്ട് നമുക്കിത് റൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഷോർട്ട് ഹാൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഇനി ഫോർത്ത് വൺ, ദ ഹെഡ് ഓഫ് ദ ബാങ്ക് മേ ലീവ് ഓൺ മൺഡേ. ഇതിനെ റൈറ്റ് ചെയ്യാം. ദ ടച്ച് ദ ലൈനായിട്ട് ദ ഹെഡ് എച്ചിൻ്റെ യൂസേജ് മനസ്സിലായല്ലേ? എച്ചിന് ശേഷം വൗൽ വരികയാണെങ്കിൽ എബവ് അപ്പ് ഡൗൺ ടു അപ്പാണ് എച്ച് എന്ന കോൺസെപ്റ്റ്. ഹെഡ് ഓഫ് ഗ്രാമർ ലോഗാണ്. ദ ഗ്രാമർ ലോഗാണ്. ബാങ്ക് മെയ്. ലീവ്
ഓൺ, ഓണും ഷുഡും, ഓണ് ബട്ടൊക്കെ ഉണ്ട്. ഓൺ എബോവ് ദ ലൈനായിട്ട് ലൈറ്റ് ഡാഷ്. ഓൺ മൺഡേ, മൺഡേ. സെൻറ്റൻസ് കഴിഞ്ഞു. ഈ ഗ്രാമർ ലോഗ്സ് പഠിച്ചുകൊണ്ട് ഓരോ സെൻറ്റൻസിൽ അപ്ലൈ ചെയ്ത രീതികൾ മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് കിട്ടാൻ പറ്റുമോ അത് സെലക്ട് ചെയ്യാം, റൈറ്റ് ചെയ്യുക. 5, 6, 7 എത്ര വട്ടമാണോ പ്രാക്ടീസ് ചെയ്യണേ അത്രയും വട്ടം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ഹാൻഡിൻ്റെ റൈറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എക്സാം അറ്റൻഡ് കഴിഞ്ഞാലും എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.